സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ നമ്മൾ SOPL എന്ന് വിളിക്കുന്ന ആളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്തിനാണ് SOPL നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് SOPL എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇങ്ങനെയുള്ള 3 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. SOPL നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കും. അതായത് വേറൊന്നുമില്ല, ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ നോക്കുക. അതാണ് ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ ഒരു ഇയറിൽ അല്ലെങ്കിൽ ഒരു പീരീഡിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? ഓക്കെ, നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെ അറിയും? അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? SOPL പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി SOPL എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ SOPL ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിൻ്റെ ഒരു പെർഫോമ ഞാൻ ദാ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു പെർഫോമ തന്നിട്ട് ഇതിനകത്ത് ഓരോ ഐറ്റംസ് എടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല, നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കരുത്. എക്സാം എന്ന് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാതെ മനസ്സിലാക്കി പഠിക്കുക. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ പെർഫോമയിലുള്ള ഈച്ച് ആൻഡ് എവറി ഐറ്റം അതെന്താണ് എന്നുള്ളത് നമ്മൾ നോക്കി നോക്കി പോവും. എന്നിട്ട് നമുക്ക് പെർഫോമയിലോട്ട് വരാം. ഓക്കെ, സോ നമ്മൾ പെർഫോമ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് SOPL പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എഴുതി വെക്കണ്ടേ. സോ അതിങ്ങനെയാണ് എഴുതുന്നത്: സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ, ഇവിടെ XXX എന്ന് ഇട്ട് വച്ചിരിക്കുന്നുണ്ട്, വേറൊന്നുമില്ല, എന്താണോ കമ്പനിയുടെ പേര് അത് അവിടെ കൊടുക്കുക. ഓക്കെ, ഫോർ ഇപ്പം ABC കമ്പനി ആണെന്ന് വിചാരിക്കുക. സോ എന്തെന്ന് പറയും? ഫോർ ABC കമ്പനി ഫോർ ദ ഇയർ എൻഡഡ്, എത്രയാണോ ഡേറ്റ് അത് എഴുതുക. ഫോർ എക്സാമ്പിൾ 31st ഡിസംബർ, ഓക്കെ, 31st ഡിസംബർ 2025 നമ്മൾ PNL പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് വെച്ച് വയ്ക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? നമ്മൾ ഹെഡിങ് എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് റവന്യൂ എന്നുള്ളത് മുതൽ നോക്കിപ്പോവാം. റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഒരു ആക്ടിവിറ്റി കാണുമല്ലോ, ആ ബിസിനസ് ആക്ടിവിറ്റി വഴി നമ്മൾ ഏൺ ചെയ്യുന്ന പൈസ, അതിനാണ് റവന്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കേക്ക് ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഈ കേക്ക് ഞാൻ സെല്ല് ചെയ്യുന്നു അല്ലേ? സോ ഈ സെല്ല് ചെയ്തത് വഴി എനിക്ക് കിട്ടുന്ന ക്യാഷ്, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ ഈ ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്നതിന് താഴോട്ട് എല്ലാത്തിൻ്റെ താഴെയും ഒരു ബ്ലൂ കളറിൽ ഒരു ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കാൻ. ഓക്കെ, ഹൗ മച്ച് മണി കെയിം വിത്ത് ഫ്രം കസ്റ്റമർ, കസ്റ്റമേഴ്സിൻ്റെ എനിക്ക് എത്ര രൂപ കിട്ടി, അങ്ങനെ വേണം ചിന്തിക്കാൻ. ഓക്കെ, സോ അതാണ് എന്തെന്ന് പറയുന്നത്? റവന്യൂ. സോ ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ആയി. ആൻഡ് സെക്കൻഡ് ഇസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഞാൻ പറഞ്ഞു ഞാനിവിടെ എന്ത് സെല്ല് ചെയ്തു? കേക്ക് സെല്ല് ചെയ്തു എന്നുള്ളത് അല്ലേ. കേക്ക് എനിക്ക് വെറുതെ സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റൂ? അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? സോ സെയിൽസ് നടത്താൻ വേണ്ടി എനിക്കുണ്ടായ കോസ്റ്റ്, അതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഓർ ബൈയിങ് വാട്ട് യു സോൾഡ്. ചിലപ്പോൾ ഞാൻ കേക്ക് വേറൊരാളുടെ നിന്ന് ഉണ്ടാക്കിയിട്ട് എന്തായിരിക്കും, ഞാൻ വിൽക്കുന്നതായിരിക്കും. സോ അവിടെ ബൈയിങ് ആണ് വരുന്നത്. ഇവിടെ ഞാൻ കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നതാണ്. സോ മേക്കിംഗ് കോസ്റ്റ് ആണ് വരുന്നത്. സോ നമ്മൾ സെയിൽസിന് വേണ്ടി വരുന്ന കോസ്റ്റ്, അതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. സോ ഹൗ മച്ച് ഡിഡ് ഇറ്റ് കോസ്റ്റ് മീ ടു പ്രൊഡ്യൂസ് വാട്ട് ഐ സോൾഡ് എന്ന് ചിന്തിക്കുക. ഒരു പ്രോഡക്റ്റ് ഞാൻ സെല്ല് ചെയ്തു, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര കോസ്റ്റായി, അത്രേ ഉള്ളൂ കോസ്റ്റ് ഓഫ് സെയിൽസ്. ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് പർച്ചേസേഴ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മൾ എന്താണ് ഇൻവെൻട്രി എന്നുള്ളതും
എന്താണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളതൊക്കെ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഇൻ കേസ് അറിയില്ല എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക. ഓക്കെ. ഓപ്പണിംഗ് ഇൻവെൻട്രി, അതായത് നമ്മുടെ കയ്യിൽ കഴിഞ്ഞ വർഷം യൂസ് ചെയ്യാത്തതായിട്ട് കുറച്ച് ഇൻവെൻട്രി കയ്യിലിരിപ്പുണ്ടായിരിക്കും. അതും നമ്മളിപ്പോൾ കുറച്ച് പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരിക്കും. സോ അത്രയും നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അതിൽ നിന്ന് ഈ വർഷം നമ്മൾ യൂസ് ചെയ്യാത്ത സ്റ്റോക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആക്ച്വലി നമ്മൾ എത്ര രൂപയ്ക്കുള്ള സാധനമാണ് വിറ്റത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു $200 ഇൻവെൻട്രി ഉണ്ടായിരുന്നു. ഞാൻ ഈ വർഷം $300 പർച്ചേസ് ചെയ്തു. സോ ഇതെത്രയായി? 200 + 300 500. ആൻഡ് ഈ വർഷം എൻ്റെ കയ്യിൽ ബാക്കി വിൽക്കാത്തതായിട്ട് $100 സ്റ്റോക്ക് ഉണ്ട്. സോ ഈ 500ൽ നിന്ന് 100 കുറയ്ക്കുമ്പോൾ $400 സാധനം ഞാൻ വിറ്റിട്ടുണ്ട് അല്ലേ? സോ അങ്ങനെയാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കുന്നത്. മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ കോർ ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് എത്ര ഡോളേഴ്സ് പ്രോഫിറ്റ് കിട്ടി, അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇപ്പോൾ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കേക്ക് എല്ലാം സെല്ല് ചെയ്തിട്ട് എനിക്കൊരു $1000 കിട്ടിയെന്ന് വിചാരിക്കുക. ഈ $1000 ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു $800 ചിലവും വന്നു എന്ന് വിചാരിക്കുക. സോ $200 അല്ലേ, ഞാൻ സെല്ല് ചെയ്യുന്ന എൻ്റെ മെയിൻ ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയത് എത്രയാണ്? $200. അതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആഫ്റ്റർ മേക്കിംഗ് ദ പ്രോഡക്റ്റ് ഡിഡ് ഐ ഏൺ എനിത്തിങ്? ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് കിട്ടി $200 ഇല്ലേ? സോ അതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ റവന്യൂന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്താൽ മതി. ആൻഡ് ഫോർത്ത് വൺ ഇസ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. നമ്മൾ കേക്ക് എന്ത് ചെയ്തു? നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി. ഇത് ഞാൻ എൻ്റെ കസ്റ്റമറിലേക്ക് എത്തണ്ടേ അല്ലേ? കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാപ്പിൽ കുറച്ച് കോസ്റ്റ് എനിക്ക് ഉണ്ടാവും. അതാണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ടു സെൽ ആൻഡ് ഡെലിവർ ഗുഡ്സ്. എക്സാമ്പിൾ, നമ്മുടെ ഡെലിവറി എക്സ്പെൻസ്, അഡ്വർടൈസിങ്, സെയിൽസ് സ്റ്റാഫ് സാലറീസ്, ഇതിനൊക്കെ ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സിംപിളി ചിന്തിക്കുക, കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ദ പ്രോഡക്റ്റ് ടു കസ്റ്റമർ. കസ്റ്റമറിലേക്ക് നമുക്ക് പ്രോഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ്, അതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഓഫീസ് ആൻഡ് മാനേജ്മെൻറ്റ് കോസ്റ്റ്. നമ്മുടെ ഓഫീസ് നടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ്, അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ ഓഫീസ് ആൻഡ് മാനേജ്മെൻറ്റ് കോസ്റ്റ്. എക്സാമ്പിൾ, ഓഫീസിന് റെൻ്റ് ഉണ്ടായിരിക്കും, മാനേജർമാർക്ക് സാലറി കൊടുക്കണം, നമുക്കവിടെ ഇലക്ട്രിസിറ്റി ആവശ്യമായിട്ടുണ്ടല്ലേ, സോ ഇലക്ട്രിസിറ്റി പേ ചെയ്യുന്നത്, നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ പേയ്മെൻറ്റ്, നമുക്ക് ഓഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, അവർക്കുള്ള ഫീസ്, ഇതെല്ലാം എന്താണ്? നമ്മുടെ ആ ഓഫീസ് നടത്തി കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന കോസ്റ്റാണ്. അതിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആൻഡ് സിക്സ്ത് വൺ ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതായത് നമ്മുടെ നോർമൽ ഓപ്പറേഷൻ, ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അതായത് നമ്മുടെ ബിസിനസ് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? വേറൊന്നുമില്ല, നമ്മൾ ആക്ച്വലി നമ്മുടെ ട്രേഡിങ്ങിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, അതായിരുന്നല്ലേ ഗ്രോസ് പ്രോഫിറ്റ്. അതിൽ നിന്ന് ഈ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഏഴാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ആണ്. അതായത് നമ്മൾ എന്തേലും നമ്മുടെ ബിസിനസ് എന്തേലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരിക്കും. സോ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ല, അതാണ് നമ്മൾ റവന്യൂ എന്ന് പറഞ്ഞ് എഴുതിയത്. ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ്. എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് റിസീവ് ആവുന്നത്, ഡിവിഡൻഡ് കിട്ടുക, ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകത്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം മീൻസ് എക്സ്ട്രാ മണി ഏൺഡ് ഫ്രം സേവിങ്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതാണ് ഏഴാമത്തത്. ആൻഡ് എട്ടാമത്തത് ഫിനാൻസ് കോസ്റ്റ് ആണ്. കോസ്റ്റ് ഓഫ് ബോറോയിങ് മണി അല്ലേ? നമ്മൾ
ബാക്കിയുള്ള ആൾക്കാരുടെ പൈസ നമ്മൾ യൂസ് ചെയ്യും. നമ്മുടെ കയ്യിൽ പൈസ തികയാതെ വരുമ്പോൾ, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുറത്തുള്ള ആൾക്കാരോട് പൈസ ചോദിക്കും അല്ലേ? സോ അങ്ങനെ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ പൈസ യൂസ് ചെയ്യുന്നതിന് നമുക്കുണ്ടാവുന്ന കോസ്റ്റ്. ഓക്കെ. സോ കോസ്റ്റ് ഓഫ് ബോറോയിങ് മണിയാണ് ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്. ലോൺ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ എന്ത് വരും? ഈ ലോൺ എടുക്കുന്ന സമയത്ത്, ഓവർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് വരും. ആ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് പേ ചെയ്യണ്ടേ? അതാണ് ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. 9ാമത്തത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. വേറൊന്നുമില്ല, നമ്മൾ ടാക്സ് പേ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട്. ഹൗ മച്ച് ഡിഡ് ഐ ഏൺ ബിഫോർ ഗവൺമെന്റ് ടേക്ക് ഇറ്റ് ഷെയർ. ഗവൺമെന്റിന്റെ ഷെയർ എടുത്തോണ്ട് പോകുന്നതിന് മുന്നേ ഞാൻ എത്ര ഏൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആര്? ബിസിനസ് എത്ര ഏൺ ചെയ്തിട്ടുണ്ട് എന്നാണ് നോക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ കൂടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം കൂട്ടുക. അതിൽ നിന്ന് ഫിനാൻസ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ഓക്കെ. ആൻഡ് 10th വണ്ണേഴ്സ് ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ, അതായത് നമ്മുടെ പ്രോഫിറ്റിന് മുകളിൽ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഒരു ടാക്സ് പെർസെൻറ്റേജ് ചാർജ് ചെയ്യും. നിങ്ങളുടെ പ്രോഫിറ്റിന്റെ ഇത്ര വിഹിതം എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് തരണം എന്ന് ഗവൺമെന്റ് പറയും. സോ അതാണ് ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് പേയബിൾ ടു ഗവൺമെന്റ്, ദ ഗവൺമെന്റ്സ് കട്ട്, അതാണ് ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആൻഡ് 11th വൺ ഇസ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ്. അതായത് നമ്മുടെ ഓണേഴ്സിന് ലാസ്റ്റ് ഫൈനൽ പ്രോഫിറ്റ് അവൈലബിൾ ടു ഓണേഴ്സ്. നമ്മുടെ ഓണേഴ്സിന് അവകാശപ്പെട്ട ഫൈനൽ പ്രോഫിറ്റ്സ് എത്രയാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ പ്രോഫിറ്റ് നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് വന്നു. അതിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റിന് പേ ചെയ്യേണ്ട ടാക്സും പേ ചെയ്ത് അറ്റ് ലാസ്റ്റ് നമ്മുടെ കയ്യിൽ എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയത് എന്ന് നമ്മൾ നോക്കി. അതാണ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് എന്ന് പറയുന്നത്. ഹൗ മച്ച് പ്രോഫിറ്റ് ആക്ച്വലി ബിലോങ്സ് ടു മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണേഴ്സ്. സോ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് എക്സ്പെൻസ് കുറച്ചാൽ മതി. അപ്പത്തേനും നെറ്റ് പ്രോഫിറ്റ് കിട്ടും. നമ്മുടെ പി ആൻഡ് എൽ ഐറ്റംസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അതർ കോംപ്രിഹെൻസീവ് ഇൻകം പാർട്ടിലേക്കാണ് പോകുന്നത്. പി ആൻഡ് എൽ വേറൊരു ഏരിയ ആൻഡ് ഒ സി ഐ വേറൊരു ഏരിയ ആയിട്ട് കാണണം. ഇനി നമ്മൾ ഒ സി ഐ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. നമ്മൾ ഇൻകം ഓർ എക്സ്പെൻസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നെറ്റ് പ്രോഫിറ്റിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ഇൻകം ആൻഡ് എക്സ്പെൻസ് കാണിക്കുന്ന ഏരിയ ആണ് ഒ സി ഐ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റീവാലുവേഷൻ ഗെയിൻ ഓർ ലോസ് എന്നുള്ളതാണ്. അതായത് റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ ഒരു നോൺ കറണ്ട് അസറ്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ഒരു ബിൽഡിംഗ്. ഓക്കെ. ഈ ബിൽഡിങ് നമ്മുടെ ബുക്സിൽ, നമ്മുടെ SOFPയിൽ ഈ ബിൽഡിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് $2 lakh ആണെന്ന് വിചാരിക്കുക. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ബുക്സിലുള്ള വാല്യൂ. ഞാനിപ്പോൾ ഈ ബിൽഡിങ് മാർക്കറ്റിൽ ഇപ്പോൾ എത്ര വാല്യൂ ഉണ്ടെന്ന് നോക്കിയപ്പോഴത്തേനും ബിൽഡിങ്ങിന് $3 lakh വാല്യൂ ഉണ്ട് അല്ലേ? എൻ്റെ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയി. സോ ഇവിടെ എന്ത് സംഭവിച്ചു? റീവാലുവേഷൻ നടത്തിയപ്പോൾ ഒരു റീവാലുവേഷൻ ഗെയിൻ ഉണ്ടായി. സോ റീവാലുവേഷൻ സർപ്ലസ് എത്ര ഡോളേഴ്സ് ഇവിടെ കൂടി? $1 lakh ഒരു ഇൻക്രീസ് ഉണ്ടായി അല്ലേ? സോ അത് നമുക്ക് റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമ്മളിവിടെ ഒ സി ഐയുടെ അണ്ടറിൽ കാണിക്കും. ഇനി 2 ലക്ഷം വാല്യൂ ഉള്ള ഒരു അസറ്റ് മാർക്കറ്റിൽ ഇപ്പോൾ $1 lakh ആണെന്ന് വിചാരിക്കുക. എന്ത് ഈ നോൺ കറണ്ട് അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു അല്ലേ? വാല്യൂ എത്രയായിട്ട് കുറഞ്ഞു? $1 lakh ആയിട്ട് കുറഞ്ഞു. സോ അങ്ങനെ വാല്യൂ കുറഞ്ഞു. അപ്പൊ എന്ത് പറയാം? റീവാലുവേഷൻ ചെയ്തപ്പോൾ റീവാലുവേഷൻ ഡെഫിസിറ്റ് ഉണ്ടായി എന്ന് പറയാം. സോ അത് നമ്മൾ ഇവിടെ കാണിക്കും അല്ലേ? ഇത് നമ്മൾ എന്തിനാണ് ഒ സി ഐയിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൺറിയലൈസ്ഡ് ആണ് അല്ലേ? ഈ റീവാലുവേഷൻ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺറിയലൈസ്ഡ് ഗെയിൻ ആണ്. എന്താണ് അൺറിയലൈസ്ഡ് ഗെയിൻ എന്ന് പറയുന്നത്? നമ്മൾ ആക്ച്വലി ഈ അസറ്റ് വിറ്റിട്ടുണ്ടോ?
ഇല്ല. ജസ്റ്റ് മാർക്കറ്റിൽ എത്ര വാല്യൂ ഉണ്ടെന്ന് നോക്കിയതേ ഉള്ളൂ. സോ, അസറ്റ് വിറ്റിട്ടുമില്ല, ക്യാഷ് നമുക്ക് കിട്ടിയിട്ടുമില്ല. ഈ ഗെയിന് നമുക്ക് ജസ്റ്റ് പേപ്പറിൽ കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സോ, അതുകൊണ്ടാണ് നമ്മളിത് ഓസെ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഏരിയയിൽ റീവാലുവേഷൻ ഗെയിൻ കാണിക്കുന്നത്. ഇനി നമുക്ക് ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദി ഇയർ നോക്കാം. അതായത് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ഇല്ലേ, നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അതിൻ്റെ കൂടെ ഇപ്പോൾ റീവാലുവേഷൻ സർപ്ലസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ആഡ് ചെയ്യുക. ഇനി റീവാലുവേഷൻ ഡെഫിസിറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കാം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ, ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം അപ്പോൾ നമുക്ക് കിട്ടും. എന്താണ് ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദി ഇയർ? ടോട്ടൽ ചേഞ്ച് ഇൻ ഓണേഴ്സ് വെൽത്ത് ഡ്യൂറിങ് ദ ഇയർ. നമ്മുടെ ഓണറിന്റെ വെൽത്തിൽ ആ ഒരു ഇയറിൽ വന്ന ടോട്ടൽ ചേഞ്ച്, ഓവറോൾ ഗ്രോത്ത് ഓഫ് ദ ബിസിനസ് ആണ് കാണിക്കുന്നത് അവിടെ, നോട്ട് ജസ്റ്റ് ക്യാഷ് പ്രോഫിറ്റ്. ഓക്കെ, അതാണ് ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദി ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പി ആൻഡ് എൽ ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറയുന്ന ഫോർമാറ്റിലെ എല്ലാ ഐറ്റംസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പെർഫോമയിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇതിൽ ആരൊക്കെയാണ് ഇൻകം, അതുപോലെ തന്നെ ആരൊക്കെയാണ് എക്സ്പെൻസ് എന്ന് നോക്കാം അല്ലേ. റവന്യൂ എന്താണ്? ഇൻകം ആണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണെന്ന് അറിയാൻ വേണ്ടി പറ്റി. സോ, ഈ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഒരു എക്സ്പെൻസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒരു എക്സ്പെൻസ് ആണ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഈ രണ്ട് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അതിൻ്റെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം അതൊരു ഇൻകം ആണ്. ആ ഒരു ഇൻകം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. ദെൻ ഫിനാൻസ് കോസ്റ്റ് അതൊരു എക്സ്പെൻസ് ആണ്. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ദെൻ ടാക്സ് ഒരു എക്സ്പെൻസ് ആണ്. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് കിട്ടും. ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിൽ നമ്മൾ പറഞ്ഞു ഗെയിൻ ഓർ ലോസ് ഓൺ പ്രോപ്പർട്ടി റീവാലുവേഷൻ ഇൻ ദ ഇയർ. ഗെയിൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഇനി ലോസ് ആണെങ്കിൽ ആ ലോസ് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദ ഇയർ കിട്ടും. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? നമ്മുടെ പി ആൻഡ് എല്ലിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഇനി ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, അതിലുള്ള ഐറ്റംസ് ഇതിനകത്ത് എവിടെയൊക്കെ വരും. ഇപ്പം നിങ്ങൾക്കറിയാം ഇതിൽ ഓരോ ഐറ്റംസിൻ്റെയും മീനിങ് നിങ്ങൾക്കറിയാം. സോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സോ സജഷൻസോ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് നമുക്ക് റിട്ടൺ നോട്ട്സ് അവൈലബിൾ ആണ് ഓരോ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ, ഇതുവരെ ഡിസ്കസ് ചെയ്ത് എല്ലാ ടോപ്പിക്കിൻ്റെ നോട്ട് നമ്മുടെ ഇൻഫെറ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നമ്മൾ അന്നന്ന് എടുക്കുന്ന ടോപ്പിക്സിൻ്റെ നോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വേണം എന്നുള്ളവർ എബൌട്ടിലുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ പിൻഡ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം.